ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു മാഞ്ഞാലി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. ഏതൊരു സ്ഥലത്തും കോഴിക്കോടൻ ബിരിയാണി ആണെങ്കിലും അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് തലശ്ശേരി ബിരിയാണി. അപ്പോൾ ആ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി ശരിയായ രീതിയിൽ ചെയ്താൽ എല്ലാ ബിരിയാണിയും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 4-5 കാര്യങ്ങൾ സാധാരണ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കപ്പം മാഞ്ഞാലി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം ഒരു 1 അവർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇത് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഞാനിവിടെ നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 അവർ മാറ്റി വയ്ക്കാം. അപ്പം അതിന് മുന്നേ നമുക്കൊന്ന് സവോള ഒന്ന് വറുത്തെടുക്കണം. ഞാൻ 2 സവോള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ വറുക്കുമ്പോൾ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ വേണ്ട കേട്ടോ, 1/4 ടീസ്പൂണേക്കാൾ കുറച്ച് കൂടുതൽ എടുത്താൽ മതി. ഒന്ന് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കൈ കൊണ്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുക്കുകയാണെങ്കിൽ സവോള നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മളപ്പോൾ കോൺഫ്ലവർ പരട്ടി വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ, അതിപ്പോൾ ഞാനിവിടെ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ വറുത്ത് പോരാം. നമ്മൾ സവോള ഇവിടെ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു നുള്ള് പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കോൺഫ്ലവറും പഞ്ചസാരയും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, പെട്ടെന്ന് അത് വറുത്തെടുക്കാനും പറ്റും നമുക്ക്. നമ്മളപ്പോൾ സവോള ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ? ഓക്കെ, റേറ്റ് ചെയ്ത ചിക്കൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കണം. 10 മിനിറ്റിലും കൂടുതൽ ഇത് വേവാൻ പാടില്ല. അതിന് ശേഷം നമുക്ക് ഈ കഷ്ണങ്ങൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ കേട്ടോ. ചിക്കൻ ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ്സ് ആയി കേട്ടോ, അങ്ങനെ വേവുന്നു. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഈ ചിക്കനെല്ലാം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് സ്റ്റോക്ക് വേറെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ആ ഉള്ളി വറുത്ത എണ്ണയുണ്ടല്ലോ, അത് തന്നെ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ വേവിച്ച ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ. അപ്പം നമ്മൾ ഓരോ ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കുന്നത്, ഇപ്പോൾ കോഴിക്കോടൻ ബിരിയാണി പോലെയല്ല തലശ്ശേരി ബിരിയാണി. എല്ലാത്തിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ഇതിൽ ഉപയോഗിച്ചാൽ മാത്രമേ ബിരിയാണിക്ക് ആ ടേസ്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ മാഞ്ഞാലി ബിരിയാണിയിലെ ഒരു പ്രത്യേകത ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത്, ആദ്യം വേവിച്ചു, അതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഇതിന് മസാലയാക്കാനായിട്ട്. സാധാരണ നമ്മൾ അങ്ങനെയല്ലല്ലോ എപ്പോഴും ബിരിയാണിക്ക് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, എത്ര നമ്മൾ സവോള എടുത്തോ അത്ര തന്നെ സെയിം അളവ് തക്കാളി എടുക്കണം. അതാണ് അതിൻ്റെ മറ്റൊരു ഡിഫറൻസ് കേട്ടോ. സെയിം പാനിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് സവോള വഴറ്റണ്ടേ. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 4 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവോള ഒന്നിട്ടിട്ട് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ 4 പച്ചമുളക് കൊണ്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് വഴറ്റാം. ഒക്കെ ഇവിടെ ഒരുവിധം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇത് 4 തക്കാളി ഉണ്ട്. അപ്പോൾ സെയിം അളവ് തന്നെ കേട്ടോ. എത്ര സവോള എടുത്തോ അത്ര തന്നെ സെയിം അളവ് തക്കാളി വേണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ സവോളയും അതുപോലെ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്ലാക്കിഷ് കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇനി അതിൻ്റെ ബാക്കി പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് സെപ്പറേറ്റ് വേണം മൂപ്പിച്ചെടുക്കാൻ. കാരണം ഈ സവോളയിലും തക്കാളിയിലും എങ്ങനെ നമ്മൾ വഴറ്റിയാലും വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് വഴറ്റി കഴിഞ്ഞാൽ ഈ ബിരിയാണിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇനിയിപ്പോൾ അത് സെപ്പറേറ്റ് പാത്രത്തിലാണ് കേട്ടോ വഴറ്റുന്നത്.
ഞാൻ വേറൊരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ കേട്ടോ. ആദ്യം തന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി വരട്ടെ, എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരട്ടെ. ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ബിരിയാണിയിൽ ചേർക്കാത്തൊരു കാര്യമാണ് ഇനി ചേർക്കാൻ പോകുന്നത്. ഒരു 1/2 ടീസ്പൂൺ കായം ഉണ്ടല്ലോ, അപ്പോൾ കായത്തിൽ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായത്തിൻ്റെ പൊടി പൊടിച്ചു വെച്ചിട്ടുള്ളത് അതും കൂടി ചേർക്കുക. ഇത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് മൂക്കട്ടെ. ഇതാ, അപ്പോൾ ഈ കായത്തിൻ്റെ പൊടിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് മണം വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ വഴറ്റി വെച്ച സവോളയും തക്കാളിയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാല എല്ലാം ഇവിടെ മൂത്തത് നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഒന്ന് ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചിക്കനിൽ നിന്ന് മാറ്റിയിട്ടുള്ള അതിൻ്റെ വെള്ളം ഫുള്ള് ഒഴിക്കാൻ ആവശ്യം ഉണ്ടാവില്ല. തൽക്കാലം ഇപ്പോൾ ഇത്രയും ഒഴിക്കുക. അപ്പോൾ നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഈ സമയത്ത്. ഇനി നമ്മളെ ചിക്കൻ കറി ഇതൊന്ന് വറ്റി വരട്ടെ കേട്ടോ അങ്ങനെ ഇരുന്നിട്ട്. അപ്പോഴേക്കും നമുക്കിനി റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ബിരിയാണിയിൽ നമ്മൾ തീരെ പുതിനയില ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിനകത്ത് നമ്മൾ പുതിനയില ചേർക്കുന്നില്ല. അതും ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കുക. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അത് റൈസ് വേവിക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഇതിൽ തീരെ നെയ്യ് ഒഴിച്ചിട്ടില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 4 ഗ്രാമ്പൂ, അതുപോലെ 4 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം 2 കഷ്ണം പട്ട, പിന്നെ ഒരു ഇങ്ങനത്തെ സ്റ്റാറിൻ്റെത് അതും കൂടി ഇട്ട് തക്കോലം അതും കൂടി ഇട്ടിട്ട് നമുക്ക് മൂപ്പിക്കാം. അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മൂക്കണ്ട, അതൊന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി. ഒന്ന് ട്രാൻസ്പാരൻ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കഴുകി ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കൈമ റൈസാണ് കേട്ടോ. ഇതെപ്പോഴും കൈമ റൈസിലാണ് ഉണ്ടാക്കുക, മറ്റേ ബസ്മതി റൈസ് അല്ല യൂസ് ചെയ്യുന്നത്. റൈസ് അപ്പം ഞാനൊരു 2 മിനിറ്റ് ഇവിടെ നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കുറച്ച് മതി കേട്ടോ മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഇതിലേക്ക് ഞാൻ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു 4.5 ഗ്ലാസ് ഉണ്ട് ഈ വെള്ളം. അപ്പം നമ്മൾ ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് ആ ഗ്ലാസ് കൊണ്ട് തന്നെ സെയിം ഗ്ലാസ് കൊണ്ട് തന്നെ 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക് കേട്ടോ. അപ്പോൾ ഇത് 3 ഗ്ലാസ് ആയ കാരണം 4.5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഒരു പൈനാപ്പിൾ എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം വാനില എസൻസും. അപ്പോൾ ഇതൊരു നല്ല മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ വാനില എസൻസ്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. ഇത് ഉപ്പുണ്ടോയെന്ന് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്തേക്കണേ. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ വെള്ളം വറ്റുന്ന വരയ്ക്കും ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് വെച്ചാൽ ഞാനിവിടെ പാലിൽ കുറച്ച് കുങ്കുമപ്പൂവ് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇതിനിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു കളർ വ്യത്യാസം കിട്ടുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ റൈസൊക്കെ ഇവിടെ നല്ല ഉതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിനിയിപ്പം നമ്മൾ സെർവ് ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. ഈ ബിരിയാണി നമ്മൾ ദമ്മിടുന്നില്ല കേട്ടോ, ദമ്മിടാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. തൽക്കാലം നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിയിലയും ഒരല്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഉള്ളി നമ്മൾ നേരത്തെ വറുത്തുണ്ടായിരുന്നില്ലേ, അത് ഇതിന് മുകളിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇടാം. ഇനി നമുക്കിതെങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ശേഷം നമ്മളിതിൻ്റെ സൈഡിൽ കറി സെർവ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് ഈ മഞ്ഞാലി ചിക്കൻ ബിരിയാണി നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇനി ഇതാ നമ്മളെ ഇതിൻ്റെ കൂടെ വിളമ്പുന്ന സ്പെഷ്യൽ ചല്ലാസ് ഇവിടെ ഞാൻ വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മാഞ്ഞാലി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നത് ഈ രീതിയിലാണ് കേട്ടോ. അതായത് നമ്മൾ ഗീ റൈസും അതുപോലെ ചിക്കനൊക്കെ സെർവ് ചെയ്യില്ല, അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റോട് കൂടിയ മാഞ്ഞാലി ചിക്കൻ ബിരിയാണി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.